ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ടേമുകളാണ്. ഫസ്റ്റ് വൺ പിവോട്ട്സ്, സെക്കൻഡ് വൺ ലീഡിംഗ് വേരിയബിൾ ആൻഡ് തേർഡ് വൺ ഫ്രീ വേരിയബിൾസ്. ഈ 3 ടേമുകളെ പറ്റി നല്ലൊരു ധാരണ വേണം. വ്യക്തമായിട്ട് ഡെഫിനിഷൻ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് ഈ 3 ടേമുകളും വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അതിനു മുമ്പായിട്ട് ഈ 3 ടേമുകൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്താണ് റോ എക്കലോൺ ഫോം, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം, അതുപോലെ തന്നെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അവയെ പറ്റിയും ഒരു നല്ല ധാരണ വേണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡെഫിനിഷൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്നേരം നമുക്ക് ആദ്യം ഈ ഓരോ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, പിവോട്ട്. ഡെഫിനിഷൻ: ദ ലീഡിംഗ് വൺസ് ഇൻ ദി റോ ഓഫ് ദി എക്കലോൺ ഫോം ഓഫ് എ മെട്രിക്സ് ആർ കോൾഡ് പിവോട്ട്സ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കലോൺ ഫോം പഠിപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമും അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം പഠിപ്പിച്ചു. ഓക്കെ, സിമ്പിളായിട്ട് അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്ക് എക്കലോൺ ഫോം എന്ന് വിളിക്കാം. ഓക്കെ, എക്കലോൺ ഫോം മീൻസ് റോ എക്കലോൺ ഫോമോ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമോ എന്ത് തന്നെ ആയിക്കോട്ടെ. ഏത് തന്നെ ആയാലും അവിടെ ലീഡിംഗ് വൺ എന്താണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഈ ലീഡിംഗ് വണ്ണുകളെയാണ് നമ്മൾ പിവോട്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അന്നേരം ഏതൊരു എക്കലോൺ ഫോം എടുത്തു കഴിഞ്ഞാലും അത് റോ എക്കലോൺ ആയാലും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആയാലും ഓരോ റോയിലെയും നോൺ സീറോ വണ്ണുകൾ അല്ലെങ്കിൽ നോൺ സീറോ എലമെൻറ്റ്, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയിരിക്കണമെന്ന് പറഞ്ഞു. ആ വണ്ണിനെ നമ്മൾ ലീഡിംഗ് വൺ എന്ന് വിളിക്കുന്നു. ആ ലീഡിംഗ് വണ്ണിനെ വിളിക്കുന്ന പേരാണ്, ഓരോ മെട്രിക്സിലെയും ലീഡിംഗ് വണ്ണിനെ വിളിക്കുന്ന പേരാണ് പിവോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിവോട്ട്. അന്നേരം പിവോട്ട് എന്ന് പറഞ്ഞാൽ എക്കലോൺ ഫോമിൽ ഓരോ റോയിലെയും ലീഡിംഗ് വണ്ണുകളെയാണ് പിവോട്ട് എന്ന് വിളിക്കുന്നത്. അന്നേരം പിവോട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് ഡെഫിനിഷൻ മനസ്സിലാക്കിക്കോണം. ഇനി അടുത്ത പറയുന്നത്, ദ പിവോട്ട് പൊസിഷൻ ഈസ് ദ ലൊക്കേഷൻ കറസ്പോണ്ടിങ് ടു ദി പിവോട്ട്സ് ആൻഡ് എ പിവോട്ട് കോളം ഈസ് ദി കോളം ദാറ്റ് കണ്ടെയ്ൻസ് എ പിവോട്ട് പൊസിഷൻ. അതായത് പിവോട്ട് നമുക്ക് തന്നിരിക്കുന്ന റോ എക്കലോൺ ഫോമിൽ ഏത് പൊസിഷനിലാണോ അല്ലെങ്കിൽ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പൊസിഷനെ വിളിക്കുന്ന പേരാണ് പിവോട്ട് പൊസിഷൻ എന്ന് പറയുന്നത്. ഏത് ഭാഗത്തായിട്ടാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ പൊസിഷനെയാണ് നമ്മൾ പിവോട്ട് പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പിവോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഏതാണോ ആ കോളത്തിനെയാണ് പിവോട്ട് കോളം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. ഈ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഇത് ഏതോ ഒരു മെട്രിക്സിനെ നമ്മൾ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമാണ്. ഓക്കെ, ഏതായാലും മതി, റോ എക്കലോൺ ആയാലും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ആയാലും അതിലെ പിവോട്ടുകൾക്കൊന്നും വ്യത്യാസം വരില്ല. ഓക്കെ, പിവോട്ടുകൾക്ക് വ്യത്യാസം വരില്ല മീൻസ് പിവോട്ടിൻ്റെ പൊസിഷന് വ്യത്യാസം വരികയില്ല. പിവോട്ടിൽ വ്യത്യാസം വരാം. കാര്യം ഞാൻ അതിൻ്റെ റീസൺ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമ്മൾ ഈ പഠിക്കുന്ന ടെക്സ്റ്റ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ പിവോട്ടിന് വ്യത്യാസം വരില്ല, എല്ലാ പിവോട്ടും 1 തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ സൂചിപ്പിച്ചായിരുന്നു, റോ എക്കലോൺ ഫോമിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഏതൊരു നോൺ സീറോ റോ എടുത്തു കഴിഞ്ഞാലും, ഫസ്റ്റ് ഇപ്പോൾ ഇതൊരു നോൺ സീറോ റോ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. ഈ നോൺ സീറോ റോയിലെ ആദ്യത്തെ നോൺ സീറോ നമ്പർ അതാണ് ലീഡിംഗ് നമ്പർ. ഓക്കെ, ലീഡിംഗ് എലമെൻറ്റ്. ഓക്കെ, ആ നോൺ സീറോ നമ്പർ 1 ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം എന്ത് തന്നെയാണ് 1 ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം. ഓക്കെ, ജനറലായിട്ട് അത് 1 ആകണമെന്ന് നിർബന്ധമില്ല. അന്നേരം 1ന് പകരം ഇവിടെ വേറെ ഏതെങ്കിലും നമ്പർ വന്നാലും അത് എന്ത് തന്നെയാണ്, ഈ 1ൻ്റെ പ്ലേസിൽ വേറെ ഏതെങ്കിലും നമ്പർ വന്നാലും അത് റോ എക്കലോൺ ഫോം തന്നെയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ സപ്പോസ് ഇവിടെ 1ന് പകരം 4 ആവുന്നതെന്ന് വിചാരിക്കുക, ഇവിടെ -2 ആവുന്നതെന്ന് വിചാരിക്കുക, ഇവിടെ 7 ആവുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പിവോട്ട് മാറി. കാര്യം ഇവിടുത്തെ പിവോട്ട് എന്താണ്, 4 ആണ്. ഈ പിവോട്ട് എന്താണ്, -2 ആണ്. ഇവിടെ പിവോട്ട് എന്താണ്, 7 ആണ്. അതായത് ഓരോ റോയിലെയും ആദ്യത്തെ നോൺ സീറോ നമ്പറിനെ നമുക്ക് പിവോട്ട് എന്ന് വിളിക്കാം. എവിടെയാണ്, ഏത് കേസിലാണ്, റോ എക്കലോൺ ഫോമിൽ. പക്ഷേ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ എല്ലായ്പ്പോഴും പിവോട്ട് 1 ആണ്. കാര്യം റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്, ഓരോ നോൺ സീറോ റോയിലെയും ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റ് 1 തന്നെ ആയേ മതിയാകൂ. ഓക്കെ, അതുപോലെ തന്നെ റോ എക്കലോൺ ഫോമിലും
1 തന്നെ മതിയാകൂ എന്നാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് പ്രകാരം പഠിക്കുന്നത്. പക്ഷേ അത് എല്ലായിടത്തും ജനറലി നമുക്ക് ട്രൂ എന്ന് പറയാൻ പറ്റില്ല. കാര്യം പല ടെക്സ്റ്റുകളിലും ഇങ്ങനെ 1 ആകണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് ഈ അവസരത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് റോ എക്കലോൺ ഫോമിൽ പിവോട്ട് എല്ലായ്പ്പോഴും 1 ആകണമെന്ന് നിർബന്ധമില്ല. 1 അല്ലാത്ത നമ്പരും വരാം. ഓക്കെ, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ പിവോട്ട് എല്ലായ്പ്പോഴും 1 ആണ്. നോട്ട് ദി പോയിൻ്റ് പ്രത്യേകം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം ഈ 2 കേസിലും റോ എക്കലോൺ ഫോം ആയാലും ശരി, റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആയാലും ശരി, പിവോട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓക്കെ, വേറൊരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു എക്സ്ട്രാ പോയിൻ്റ് കൂടി ഇതിനകത്ത് ചേർത്തത്. അന്നേരം ഇവിടെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി. അതായത് എല്ലായ്പ്പോഴും പിവോട്ട് പൊസിഷൻ എന്ന് പറയുന്നത് പിവോട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, പിവോട്ട് 1 ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം കൊണ്ട് ഓർമ്മിപ്പിക്കുന്നത്, ഒരിക്കലും ഏതൊരു മെട്രിക്സിൻ്റെ റോ എക്കലോൺ ഫോം എടുത്താലും റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എടുത്തു കഴിഞ്ഞാലും അവയുടെ പിവോട്ട് പൊസിഷന് ചേഞ്ച് ഉണ്ടായിരിക്കില്ല. ഓക്കെ, പിവോട്ട് കോളത്തിനും ചേഞ്ച് ഉണ്ടായിരിക്കില്ല. ഓക്കെ, പിവോട്ട് കോളവും പിവോട്ട് പൊസിഷനും എല്ലായ്പ്പോഴും അത് റോ എക്കലോൺ ഫോം ആക്കിയാലും റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആക്കിയാലും എന്ത് തന്നെയാണ്, അതിൻ്റെ പൊസിഷനോ കോളത്തിനോ ചേഞ്ച് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കും. ഇനി എക്സാമ്പിളിലേക്ക് വരാം. അത് നോക്കുക. നമുക്കറിയാം ഇതൊരു റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമാണ്. ഓരോ റോയിലും നോൺ സീറോ ആയിട്ടുള്ള ഓരോ റോയിലും ലീഡിങ് 1 ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് റോയിൽ ലീഡിങ് 1 ആണിത്, സെക്കൻഡ് റോയിൽ ലീഡിങ് 1 ആണിത്, തേർഡ് റോയിൽ ലീഡിങ് 1 ആണിത്. അന്നേരം ഓരോ റോയിലും ലീഡിങ് 1 ഉണ്ട്. ഇനി എന്താണ് ഈ ലീഡിങ് 1കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പിവോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അന്നേരം ഇവയാണ് പിവോട്ട് എന്ന് പറയുന്നത്. ഈ വട്ടം വരച്ചിരിക്കുന്ന സാധനങ്ങളാണ് പിവോട്ട്. ഇനി പിവോട്ട് പൊസിഷൻ പറയുമ്പോഴാണ് പൊസിഷൻ എന്ന് വെച്ചാൽ ഇത് എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. അത് ഫസ്റ്റ് റോയിൽ R1, അതുപോലെ തന്നെ ഫസ്റ്റ് കോളം C1, ശരിയല്ലേ? അതായത് 1 1, അതായത് A11 എന്ന് പറയുന്നതാണ്. നമുക്കറിയാം മെട്രിക്സിന് നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, A11, A12, A13, A21, A22 ഇങ്ങനെയാണല്ലോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ 1 എന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. 1 2 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. 1 3 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ തേർഡ് കോളം. ഇതാണല്ലോ മീനിങ്. അത് തന്നെയാണ് ഇവിടെ അന്നേരം പിവോട്ട് വന്നിരിക്കുന്ന പൊസിഷൻ ഏതാണ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ്. സോ A11 ആ പൊസിഷൻ എന്ന് പറയുന്നത് പിവോട്ടിൻ്റെ പൊസിഷൻ A11 ആണ്. അതുപോലെ തന്നെ ഇത് സെക്കൻഡ് റോ സെക്കൻഡ് കോളമാണ്, അത് A22. തേർഡ് കോളത്തിലാണ് അടുത്ത പിവോട്ട് വന്നിരിക്കുന്നത്. സോ പൊസിഷൻ ഈസ് A33. അന്നേരം പിവോട്ട് പൊസിഷൻ ഇതാണ്. ഇനി പിവോട്ട് കോളം ഈ പിവോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഫസ്റ്റ് ഇതാണല്ലോ പിവോട്ട്. അത് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഏതാണ്, ഫസ്റ്റ് കോളമാണ്. അടുത്ത പിവോട്ട് ഇതാണല്ലോ, അത് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഏതാണ്, സെക്കൻഡ് കോളമാണ്. അടുത്ത പിവോട്ട് ഇതാണല്ലോ, അത് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഏതാണ്, ഇതാണ് കോളം. സോ ആദ്യത്തെ 3 കോളംസാണ് പിവോട്ട് കോളംസ്, കോളം 1 2 and 3. അടുത്ത എക്സാമ്പിൾ, ഇതൊരു റോ എക്കലോൺ ഫോമാണ്, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം അല്ല. നമുക്കതിൻ്റെ പിവോട്ടൊന്ന് ചെക്ക് ചെയ്യാം. പിവോട്ടെന്ന് പറഞ്ഞാൽ എല്ലാ നോൺ സീറോ റോ ഏത് നോൺ സീറോ റോ എടുത്തു കഴിഞ്ഞാലും ആ നോൺ സീറോ റോയുടെ ആദ്യത്തെ നോൺ സീറോ നമ്പർ അത് 1 ആണെന്ന് നമുക്കറിയാം. ആ നോൺ സീറോ 1 അല്ല, ലീഡിങ് 1 എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് റോ എടുത്തു, അവിടെ ആദ്യത്തെ നോൺ സീറോ ആയിട്ടുള്ള നമ്പർ 1 ആണ്. 1 ആയിരിക്കും എല്ലായ്പ്പോഴും, നമ്മൾ അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് നോൺ സീറോ നമ്പർ ആ 1, ലീഡിങ് 1, അതാണ് പിവോട്ട്. സെക്കൻഡ് റോയിൽ ഇതാണ് പിവോട്ട്. തേർഡ് റോയിൽ ആദ്യത്തെ നോൺ സീറോ നമ്പർ ഇതാണ്, അതാണ് പിവോട്ട്. ഓക്കെയാണ്. ഇനി പിവോട്ട് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നോക്കുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ് A11, സെക്കൻഡ് റോ സെക്കൻഡ് കോളമാണ് A22, തേർഡ് റോ തേർഡ് കോളമാണ് A33. അതാണ് പിവോട്ട് പൊസിഷൻ. ഇനി പിവോട്ട് കോളംസ് നോക്കുക. ഫസ്റ്റ് കോളത്തിൽ പിവോട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ പിവോട്ടുണ്ട്, തേർഡ് കോളത്തിലും പിവോട്ടുണ്ട്. സോ പിവോട്ട് കോളംസ് കോളം 1 2 and 3. അടുത്തൊരു എക്സാമ്പിൾ ഇത് നോക്കുക. ഇവിടെ ഫസ്റ്റ് റോയിൽ ലീഡിങ് 1 ഇതാണ്, സെക്കൻഡ് റോയിൽ ലീഡിങ് 1 ഇതാണ്, തേർഡ് റോയിൽ ലീഡിങ് 1 ഇതാണ്. സോ പിവോട്ട് എന്ന് പറയുന്നത് ഈ വട്ടം വരച്ചിരിക്കുന്ന സാധനങ്ങളാണ്. എല്ലാ റോയിലും പിവോട്ടുണ്ട്. ഇനി പിവോട്ട് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കുക, ഇത് ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെൻറ്റ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇത് സെക്കൻഡ് റോ തേർഡ് കോളം. ഓക്കെ, അടുത്തത് തേർഡ് റോയിലെ അവസാനത്തത്, അത് അഞ്ചാമത്തത്. സോ ഫിഫ്ത്ത് കോളം A35. ഓക്കെ ആണല്ലോ, പിവോട്ട് പൊസിഷൻ കിട്ടി.
ഇനി പിവോട്ട് കോളം, പിവോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഏതാണെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് കോളത്തിൽ പിവോട്ട് ഇല്ല, രണ്ടാമത്തെ കോളത്തിലുണ്ട്, മൂന്നാമത്തെ കോളത്തിലുണ്ട്, നാലാമത്തേലില്ല, അഞ്ചാമത്തേലുണ്ട്. അതായത് സെക്കൻഡ്, തേർഡ്, ഫിഫ്ത്ത്, ഇതാണ് പിവോട്ട് കോളംസ്. അന്നേരം ഏകദേശം പിവോട്ട് എന്താണ് എന്നൊരു ധാരണ കിട്ടിയല്ലോ. പിവോട്ട് പൊസിഷൻ മനസ്സിലായല്ലോ, പിവോട്ട് കോളം മനസ്സിലായല്ലോ. അന്നേരം ഏതൊരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും ആ മെട്രിക്സിൽ നിന്ന് നമുക്ക് പിവോട്ട് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, പിവോട്ട് കണ്ടെത്താൻ സാധിക്കും, സീറോ മെട്രിക്സ് ഒഴികെ. ഓക്കെ, അന്നേരം ഏതൊരു മെട്രിക്സ് എങ്ങനെ എന്തോ ചെയ്താൽ മതി, ഒന്നുകിൽ പിവോട്ട് കണ്ടെത്താനായിട്ട് ഒന്നുകിൽ അതിനെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുക. ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ ലീഡിങ് വൺ കിട്ടും. ആ ലീഡിങ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, പിവോട്ട് എന്ന് പറയുന്നത്. പിവോട്ട്, ഇനി ആ പിവോട്ടിൻ്റെ പൊസിഷൻ ഏതാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പിവോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന കോളമാണ് പിവോട്ട് കോളം, അതും നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു. ഇനി അടുത്ത രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ് ലീഡിങ് വേരിയബിൾ ആൻഡ് ഫ്രീ വേരിയബിൾ. അന്നേരം ഈ രണ്ട് ടേമിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ലീഡിങ് വേരിയബിൾ ആൻഡ് ഫ്രീ വേരിയബിൾ. ഇത് വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ടേം ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം ലീഡിങ് വേരിയബിളും ഫ്രീ വേരിയബിളും ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫ്രീ വേരിയബിൾ, ലീഡിങ് വേരിയബിൾ, ഈ രണ്ട് ടേമുകൾ ഡിസ്കസ് ചെയ്യുന്നത്. വേരിയബിൾ എന്നുള്ള ടേം ഉണ്ടല്ലോ, വേരിയബിൾ ഒരു സിമ്പിളായിട്ട് ഒരു മെട്രിക്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് വേരിയബിൾ ഇല്ല. ഓക്കെ, മെട്രിക്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് വേരിയബിൾ ഇല്ല. ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ലീഡിങ് വേരിയബിൾ, ഫ്രീ വേരിയബിൾ എന്ന ടേം ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഓഗ്മെൻറ്റഡ് മെട്രിസസ് എന്ന് തരണം. അങ്ങനെയെങ്കിൽ അവിടെ ലീഡിങ് വേരിയബിളും ഫ്രീ വേരിയബിളും ഉണ്ടായിരിക്കും. ഓക്കെ, അത് പറഞ്ഞുതരാം എന്താ കാര്യം എന്നുള്ളത്. ഡെഫിനിഷനിലോട്ട് പോകാം. The leading variables are variables that correspond to the pivot columns in the echelon form of a matrix. The remaining variables are called free variables. അതായത് ഒരു എക്സാമ്പിൾ നോക്കുക, ഡെഫിനിഷൻ എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവും. കൺസിഡർ ദ ലീനിയർ സിസ്റ്റം. ഒരു ലീനിയർ സിസ്റ്റം തന്നിട്ടുണ്ടേ ഇവിടെ. ഈ ലീനിയർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് AX = B എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഈ സെക്ഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത്. അതിൽ എ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എ എന്ന് വെച്ചാൽ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോയഫിഷ്യൻറ്റ്. എക്സിൻ്റെ വൈയുടെയും ഇസഡിൻ്റെ കോയഫിഷ്യൻറ്റ് 1 1 2 1 1 2. അടുത്ത രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ വൈയുടെ 2 4 - 3 2 4 - 3. മൂന്നാമത്തത് 3 6 - 5 3 6 - 5. ഇതാണ് എ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കോയഫിഷ്യൻ്റ് മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. കോയഫിഷ്യൻ്റ് മെട്രിക്സ് ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നിരുന്നാലും ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. ഈ എനെ വിളിക്കുന്ന പേരാണ് കോയഫിഷ്യൻ്റ് മെട്രിക്സ്. അതിലൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോയഫിഷ്യൻ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെ കോയഫിഷ്യൻസിനെ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ മെട്രിക്സിനെയാണ് കോയഫിഷ്യൻ്റ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി എക്സ്, ക്യാപിറ്റൽ എക്സ് എന്ന് വെച്ചാൽ അവിടുത്തെ അൺനോൺസ്, മൊത്തം എത്ര അൺനോൺസ് ഉണ്ട്, വേരിയബിൾസ് എക്സ് വൈ ഇസഡ് 3 എണ്ണം. ഓക്കെ, ഇതാണ് അൺനോൺസ്. ബി എന്ന് വെച്ചാൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് 9 1 0 ഈ കോളം വെക്റ്റർ, കോളം മെട്രിക്സ്, അതാണ് ബി. ഇനി എയിനെയും ബിനെയും കൂടെ ചേർത്ത് എഴുതുന്നതാണ് ഓഗ്മെൻറ്റഡ് മെട്രിസസ്. അന്നേരം ആദ്യം ഇങ്ങനെ ഒരു സിസ്റ്റം എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിസസ് എഴുതാൻ അറിയാമല്ലോ. അതാണ് ഓഗ്മെൻറ്റഡ് മെട്രിസസ് എഴുതി തന്നിരിക്കുന്ന സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെ കോയഫിഷ്യൻറ്റ്, എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെ കോയഫിഷ്യൻറ്റ്, എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെ കോയഫിഷ്യൻറ്റ്, റൈറ്റ് സൈഡ് ബി, അതും എഴുതി. അത് രണ്ടും കൂടെ ചേർത്ത് എഴുതുന്നതാണ് ഓഗ്മെൻറ്റഡ് മെട്രിസസ്. അന്നേരം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഓഗ്മെൻറ്റഡ് മെട്രിസസ് എഴുതി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളമാണ്. അത് എക്സിൻ്റെ കോയഫിഷ്യൻസ് ആണ്. എക്സിൻ്റെ കോയഫിഷ്യൻ 1, ഇവിടെ 2, ഇവിടെ 3. അതാണല്ലോ അവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് വൈയുടെ കോയഫിഷ്യൻസ് 1 4 6. അതാണല്ലോ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം. അത് രണ്ടാണ് 1 4 6. മൂന്നാമത്തത് ഇസഡിന് കറസ്പോണ്ടിങ് 2 -3 -5. അതാണിതാ ഇവിടെ നോക്കിയാൽ മതി, കാണാം 2 -3 -5. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് വേരിയബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് കോൺസ്റ്റൻ്റാണ് 910. അന്നേരം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഓഗ്മെൻറ്റഡ് മെട്രിസസ് എഴുതി കഴിഞ്ഞാൽ ഇത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളമാണ്, ഇത് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളമാണ്, ഇത് ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളമാണ്. അന്നേരം ഏതൊരു ഓഗ്മെൻറ്റഡ് മെട്രിസസ് തന്നു കഴിഞ്ഞാലും, ഇപ്പോൾ ലീനിയർ സിസ്റ്റം തരണമെന്നില്ല, ഓഗ്മെൻറ്റഡ് മെട്രിസസ് എന്നും പറഞ്ഞ് മാത്രം വേണമെങ്കിൽ തരാം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞ് മാത്രം തന്നു കഴിഞ്ഞാൽ അന്നേരം മനസ്സിലാക്കണം, അവസാനത്തെ കോളം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമുള്ള ഫസ്റ്റ് കോളത്തിന് ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. എക്സ് എന്നോ വൈ എന്നോ ഇസഡ് എന്നോ അല്ലെങ്കിൽ X1 X2 X3 എന്നോ കൊടുക്കാം. ഫസ്റ്റ് കോളത്തിന് X1, സെക്കൻഡ് കോളം X2, തേർഡ് കോളം X3. അതാണ് ആ വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളംസ് എന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, ലാസ്റ്റ് കോളം കോൺസ്റ്റൻ്റ് ആണ്. ഓഗ്മെൻറ്റഡ് മെട്രിസസിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ,
ലാസ്റ്റ് കോളം കോൺസ്റ്റൻ്റ് ആണ്, അത് വേരിയബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അന്നേരം ഇത് എക്സ് കോളം വൈ കോളം ഇസഡ് കോളം ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിനകത്ത് ഏതൊക്കെയാണ് ലീഡിങ് വേരിയബിൾ, ഏതൊക്കെയാണ് ഫ്രീ വേരിയബിൾ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അന്നേരം ഇങ്ങനൊരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ലീഡിങ് വേരിയബിളും ഫ്രീ വേരിയബിളും കണ്ടെത്തണമെങ്കിൽ ആദ്യം നമുക്ക് അതിനെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് ഏതെങ്കിലും ഒരു ഫോമിലോട്ട് മാറ്റണം. മാറ്റിക്കഴിഞ്ഞ ശേഷം പിവോട്ട് മാർക്ക് ചെയ്യുക. പിവോട്ട് എന്ന് വെച്ചാൽ ലീഡിങ് 1 ആണ്, ലീഡിങ് 1 മാർക്ക് ചെയ്യുക. ലീഡിങ് 1 ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ലീഡിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ ലീഡിങ് 1 എന്ന് പറയുന്ന പോലെ തന്നെയാണ് ലീഡിങ് വേരിയബിൾ. ലീഡിങ് 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളംസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ പിവോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം. ഓക്കെ, പിവോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വേരിയബിൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ പിവോട്ട് മാത്രം പരിഗണിച്ചാൽ മതി. ഒരുപക്ഷെ ഈ നാലാമത്തെ കോളത്തിലും പിവോട്ട് വരാം, പക്ഷേ നാലാമത്തെ കോളത്തിൽ പിവോട്ട് വന്നു കഴിഞ്ഞാലും അവിടെ വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ലല്ലോ. ആ കോളം കോൺസ്റ്റൻ്റ് ആണ്, അത് വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് ലീഡിങ് 1 കാറ്റഗറിയിലും വരില്ല, ഫ്രീ വേരിയബിളിൻ്റെ കാറ്റഗറിയിലും വരില്ല എന്നുള്ളത് ആലോചിക്കണം. കാര്യം വേറൊന്നുമല്ല, അത് വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല, അവിടെ വേരിയബിൾ ഇല്ല. ഓക്കെ, അന്നേരം ലീഡിങ് വേരിയബിളും ഫ്രീ വേരിയബിളും ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലാസ്റ്റ് കോളം നമ്മൾ നോക്കാറില്ല എന്നുള്ളത് കൂടി ഓർത്തോണം. അന്നേരം ഇവിടെ പിവോട്ട് വന്നിരിക്കുന്ന കോളംസ് ഏതൊക്കെയാണെന്ന് നോക്കുക. പിവോട്ട് ഫസ്റ്റ് കോളത്തിൽ പിവോട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ പിവോട്ടുണ്ട്, തേർഡ് കോളത്തിൽ പിവോട്ടുണ്ട്. അന്നേരം പിവോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ വേരിയബിളാണ് എന്തെന്ന് വിളിക്കുന്നത്, ലീഡിങ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അന്നേരം പിവോട്ട് പൊസിഷനും പിവോട്ട് കോളംസും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അന്നേരം ലീഡിങ് വേരിയബിൾസ് എന്ന് വെച്ചാൽ ഏതൊക്കെ കോളത്തിൽ പിവോട്ടുണ്ട്, എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളത്തിൽ പിവോട്ടുണ്ട്, വൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളത്തിൽ പിവോട്ടുണ്ട്, ഇസഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളത്തിൽ പിവോട്ടുണ്ട്. സോ ലീഡിങ് വേരിയബിൾസ് എന്ന് പറയുന്നത് എക്സ്, വൈ, ഇസഡ്. ക്ലിയർ ആണല്ലോ. ഇവിടെ ഫ്രീ വേരിയബിൾ ഒന്നും തന്നെ ഇല്ല. കാര്യം എല്ലാ വേരിയബിളും, അതായത് എല്ലാ കോളത്തിലും എന്തുണ്ട്, ലീഡിങ് വേരിയബിളുണ്ട്. ഫ്രീ ആയിട്ട് യാതൊരു വേരിയബിളും അവിടെ ഇല്ല എന്നുള്ളതുകൊണ്ട് ഫ്രീ വേരിയബിൾ ഒന്നും തന്നെ ഇല്ല. ലീഡിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പിവോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം, ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ ഏതാണോ ആ വേരിയബിളിനെയാണ് ലീഡിങ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അതല്ലാതെ വേരിയബിൾ ഉണ്ടെങ്കിൽ അത് ഫ്രീ വേരിയബിൾ. ഓക്കെ, ഈ കേസിൽ ഫ്രീ വേരിയബിൾ ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ഈ രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ എഴുതിയിരിക്കുന്ന സെൻറ്റൻസിനകത്തും അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട്. അന്നേരം അത് ആരും നോക്കി പഠിച്ചു കളയല്ല, ഞാനത് പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ്, തെറ്റെന്താണെന്ന് പറയുന്നതിന് മുമ്പ് മൂന്നാമത്തെ എക്സാമ്പിൾ ആദ്യം നോക്കാം. ദ എക്കലോൺ ഫോം ഓഫ് ആൻ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഇവിടെ ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് തന്നിട്ടുണ്ട്, ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, മെട്രിക്സ് എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലീഡിങ് വേരിയബിളും ഫ്രീ വേരിയബിളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാര്യം ഓഗ്മെൻറ്റഡ് മെട്രിക്സസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ലീഡിങ് വേരിയബിളും ഫ്രീ വേരിയബിളും ഡിസ്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാര്യം വെറുതെ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കാര്യം ഓഗ്മെൻറ്റഡ് മെട്രിക്സസ് ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏതോ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെതാണ് ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സസ്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണല്ലോ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആയിട്ട് എഴുതുന്നത്. അത് തൊട്ട് മുമ്പ് ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതിനാണല്ലോ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സസ് ആയിട്ട് എഴുതിയത്, ആൻഡ് എ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞു. കാര്യം അതിൽ നമുക്ക് മനസ്സിലാക്കാം, ഈ ലാസ്റ്റ് കോളം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോ കോളവും വേരിയബിളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനൊരു കേസ് നമുക്കറിയാം, അങ്ങനൊരു കാര്യം നമുക്കറിയാവുന്നതുകൊണ്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സസ് എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ ഇത്തരത്തിൽ ലീഡിങ് വേരിയബിളും ഫ്രീ വേരിയബിളും ഡിസ്കസ് ചെയ്യാം. അന്നേരം ഇവിടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിനർത്ഥം ലാസ്റ്റ് കോളം വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, ഇത് വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, ഇതും വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, ഇതും വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതിന് ഓരോ പേര് നമ്മൾ കൊടുക്കുന്നു, എക്സ് എന്നും വൈ എന്നും ഇസഡ് എന്നും. ഓക്കെ, ഫസ്റ്റ് കോളത്തിന് എക്സ് എന്ന് കൊടുത്തു, വൈ കൊടുത്തു, ഇസഡ് കൊടുത്തു. ഓക്കെ, ഇനി തന്നിരിക്കുന്ന മെട്രിക്സ് എന്തോ ആയിക്കോട്ടെ, അതിന് നമ്മൾ റോ എക്കലോൺ ഫോമിലോട്ടോ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ടോ ആദ്യം മാറ്റണം. അതാണ് നമ്മളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി തന്നിരിക്കുന്നത് ഒരു റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലുള്ള റോ റെഡ്യൂസ്ഡ് അല്ല, റോ എക്കലോൺ ഫോമിലുള്ളൊരു മെട്രിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ റോ എക്കലോൺ ഫോമിലോട്ട് ഉള്ള മെട്രിക്സിന് ആദ്യം പിവോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിവോട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീഡിങ് 1 ആണ് പിവോട്ട് എന്ന് പറയുന്നത്. പിവോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ ആണ്. ഇനി അടുത്ത ലീഡിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ പിവോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം, ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളാണ് ലീഡിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ലീഡിങ് വേരിയബിൾ ഇതാ ഫസ്റ്റ് കോളം എടുക്കുന്നു, അവിടെ പിവോട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് എക്സ് ലീഡിങ് വേരിയബിളാണ്. ഇനി രണ്ടാമത്തെ കോളം എടുക്കുന്നു, ആ രണ്ടാമത്തെ കോളത്തിൽ പിവോട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് വൈയും ലീഡിങ് വേരിയബിളാണ്.
ഇനി ലാസ്റ്റ് മൂന്നാമതൊരു കോളം കൂടിയേ ഉള്ളൂ. മൂന്നാമത്തെ കോളത്തിൽ ലീഡിങ് വേരിയബിൾ ഉണ്ടോ? ഇല്ല. ലീഡിങ് വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ ഏതാണോ ആ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ വേരിയബിൾ. അതായത് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ വേരിയബിളാണ്. ഇസഡ് മാത്രമാണ് ഇവിടുത്തെ ഫ്രീ വേരിയബിൾ. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ലാസ്റ്റ് കോളം ഫ്രീ വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതേ അല്ല. അതുകൊണ്ട് അത് ലീഡിങ്ങിലും വരില്ല, ഫ്രീയിലും വരില്ല എന്നുള്ള കാര്യം ആലോചിക്കണം, അവിടെ പിവോട്ട് വന്നാൽ പോലും. ഓക്കെ, ഇനി ഈ എക്സാമ്പിൾ നോക്കുക. അവിടെ ഒന്ന് തിരുത്തിക്കോണം. ദ എക്കലോൺ ഫോം ഓഫ് ആൻ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്നാക്കിക്കോണം. വെറും മെട്രിക്സ് എന്ന് കഴിഞ്ഞാൽ ഞാൻ റീസൺ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതിന് ഓഗ്മെൻറ്റഡ് മെട്രിക്സസിലെ നമുക്ക് ലീഡിങ് വേരിയബിൾ, ഫ്രീ വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അന്നേരം ദ എക്കലോൺ ഫോം ഓഫ് ആൻ ഓഗ്മെൻറ്റഡ് മെട്രിസസ് എന്ന് ആക്കിക്കോണത്. ഓക്കെ, ഓഗ്മെൻറ്റഡ് മെട്രിസസ് ഈസ്, അന്നേരം ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിച്ചോണം ഇവിടെ മൊത്തം എത്ര കോളം ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 കോളം ഉണ്ട്. ഈ ലാസ്റ്റ് കോളം വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല. ഞാനിവിടെ വേരിയബിൾ x5 എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതും തെറ്റാണ്. ലാസ്റ്റ് കോളം വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല. ഞാൻ അതിൻ്റെ റീസണും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സിൽ ഇത് കോൺസ്റ്റൻ്റ് ആണ്. അത് വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല. ഇനി 4 കോളംസ് ആണുള്ള വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഈ കോളത്തിന് ഞാൻ x1 എന്ന് കൊടുത്തു, ഇത് x2, ഇത് x3, ഇത് x4. ഓക്കെ, ഇനി ഇപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സ്, ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു എന്ത് ഫോമിലാണ് കിടക്കുന്നത്? ഒരു എക്കലോൺ ഫോമിലാണ് കിടക്കുന്നത്. റോ എക്കലോൺ ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, റോ എക്കലോൺ ഫോമിലായി കഴിഞ്ഞാൽ പിവോട്ട് മാർക്കാൻ അറിയാമല്ല. ലീഡിങ് വൺ ആണ് പിവോട്ട് എന്ന് പറയുന്നത്. അന്നേരം ഓരോ ലീഡിങ് വണ്ണ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി മാർക്ക് ചെയ്തതിന് ശേഷം ഇനി അടുത്ത ചെയ്യാനുള്ളത് ഏതൊക്കെ കോളത്തിലാണ് പിവോട്ട് വന്നിരിക്കുന്നത് നോക്കുക. ഫസ്റ്റ് കോളം എടുത്തു. ഫസ്റ്റ് കോളത്തിൽ പിവോട്ടുണ്ടോ? ഇല്ല. പിവോട്ട് ഇല്ലാത്തതുകൊണ്ട് ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളാണ് ഫ്രീ വേരിയബിൾ. സോ x1 എന്ന് പറയുന്നത് ഫ്രീ വേരിയബിളാണ്. x1 ഫ്രീ വേരിയബിളാണ്. ഇനി രണ്ടാമത്തെ കോളം എടുത്തു. രണ്ടാമത്തെ കോളത്തിൽ പിവോട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഈ x2 എന്ന് പറയുന്നത് എന്താണ്? ലീഡിങ് വേരിയബിളാണ്. x2 ലീഡിങ് വേരിയബിളാണ്. ഇനി അടുത്ത മൂന്നാമത്തെ കോളം എടുത്തു. മൂന്നാമത്തെ കോളത്തിൽ പിവോട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് x3 എന്ന് പറയുന്നത് എന്താണ്? അതും ലീഡിങ് വേരിയബിളാണ്. ഇനി നാലാമത്തെ കോളം എടുക്കുന്നു. നാലാമത്തെ കോളത്തിൽ പിവോട്ടുണ്ടോ? പിവോട്ട് ഇല്ല. അതുകൊണ്ട് അത് ഏത് വേരിയബിളാണ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ ഫ്രീ വേരിയബിളാണ്. x4 ഫ്രീ വേരിയബിളാണ്. ക്ലിയർ ആണല്ലോ? അഞ്ചാമത്തെ വേരിയബിൾ ചെക്ക് ചെയ്യേണ്ട, അഞ്ചാമത്തെ കോളം, ലാസ്റ്റ് കോളം ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ലാസ്റ്റ് കോളം വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളമല്ല, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഈ x5 എന്നുള്ളത് അങ്ങ് വെട്ടിക്കോണേ, ചെറിയ മിസ്റ്റേക്ക്. ഓക്കെ, അന്നേരം ലീഡിങ് വേരിയബിൾസ് x2ഉം x3 ആണ്. ഫ്രീ വേരിയബിൾ x1ഉം x4ഉം ആണ്. അന്നേരം ലീഡിങ് വേരിയബിൾ എന്താണ്, ഫ്രീ വേരിയബിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലായിക്കോണം. കാര്യം ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെയധികം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അന്നേരം ഈ കാര്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.